ഞാൻ അമ്മായിയമ്മ മരുമകളെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നിലമ്പൂരിൽ കുത്തിക്കൊന്ന അമ്മായിയമ്മ മരുമകളെ കുത്തിക്കൊന്ന ഒരു വിഷയത്തിൽ ഞാൻ അതായത് ഒരു കോമഡി എന്ന രീതിയിൽ ഞാനത് അവതരിപ്പിച്ചു. അതിന് ചില അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒരുപാട് കമൻറ്റ് വന്നു. പ്രതികൂലം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരുമകളെ കുറിച്ച് അല്ലെങ്കിൽ അമ്മായിയമ്മയെ കുറിച്ച് അറിയാത്ത നിങ്ങൾ അങ്ങൊന്നും പറയാൻ പാടില്ല, അങ്ങനെ വെറുതെ കുത്തിയതൊന്നല്ല. അപ്പോൾ വെറുതെ കുത്തിയത് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മൊത്തത്തിൽ ആ അമ്മായിയമ്മ മാത്രമല്ല ഇത് വിഷയം അവതരിപ്പിച്ചത്. എല്ലാം മൊത്തത്തിൽ നമ്മളെ നടക്കുന്ന ഒരു യുദ്ധം, അതായത് അമേരിക്ക ഇസ്രായേലിൻ്റെ ആ യുദ്ധത്തിന് കമ്പയർ ആക്കിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലുള്ള ഒരു യുദ്ധം നടക്കുന്നുണ്ട്, അമ്മായിയമ്മ മരുമകൾ. അതിൽ അമ്മായിയമ്മ എന്ന് പറയുമ്പോൾ അത് അമേരിക്കയുടെ സ്വഭാവം വെച്ച് ഞാൻ കമ്പയർ ചെയ്തു. അതുപോലെ ഭാര്യ എന്ന് പറയുന്നത് ഇറാനിൻ്റെ കമ്പയർ ചെയ്ത്, പിന്നെ അതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഭർത്താക്കന്മാർ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പോൾ ഒരാൾ ചോദിച്ചു ഇസ്രായേലിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് ആരായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ ഇടയിൽ ഇസ്രായേൽ ആരായിരിക്കും? ഒരു ഡൗട്ടും വേണ്ട, പെങ്ങന്മാരാണ് ഇസ്രായേൽ. വീട്ടിലേക്ക് വരുന്ന ഇറാനികളായ ഇപ്പോൾ ഇറാനിലേക്ക് എന്താണ് ഇസ്രായേൽ ചെയ്യുന്നത്? ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇസ്രായേൽ, അതായത് പെങ്ങന്മാർ. അപ്പോൾ ഈ പെങ്ങന്മാർ പെർമിഷൻ ആരോടെന്നാണ് ചോദിക്കുന്നത്? അമേരിക്ക ആരാ? അമ്മായിയന്മാർ. അപ്പോൾ അമ്മായിയന്മാരുടെ പെർമിഷൻ അമേരിക്ക കിട്ടി. ഇസ്രായേൽ എന്തെങ്കിലും അറ്റാക്ക് ചെയ്യുന്നത്? ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് ചിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇസ്രായേലിനും അമേരിക്കക്കും എന്താണ് അവരുടെ ടാർഗറ്റ്? നമ്മളെക്കാളും മുകളിലൂടെ ആര് വരാം? അവർക്ക് പേടിയാണ്. ഇറാൻ ഇങ്ങനെ ഗ്രോത്തായി വരുന്നുണ്ട്. അത് ഇവർക്ക് പേടിയാണ്. ഫ്യൂച്ചറിൽ നമ്മൾക്കത് ബുദ്ധിമുട്ടാവും, നമ്മൾ പുറത്താവോ എന്നുള്ള ആ ഒരു പേടിയിലാണ് ഇസ്രായേൽ എന്ത് ചെയ്യുന്നത്? അമേരിക്കൻ സമ്മതം മേടിച്ചിട്ട് ഈ ഇറാനെ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇറാൻ എന്താ ചെയ്യുന്നത്? ഭർത്താക്കന്മാർ, അതായത് ഗൾഫ് രാജ്യങ്ങൾ, പാവപ്പെട്ട ആൾക്കാർക്ക് എന്തായി കൊണ്ടുപോയിട്ട് മിസൈൽ ഇട്ടിട്ട് അവരെ യുദ്ധം നിങ്ങളെന്ന് പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യിക്കണം, എനിക്ക് പറ്റുന്നില്ല, നിങ്ങൾ ചെയ്താൽ അവർ കെട്ടടങ്ങുന്ന പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ അറ്റാക്ക് ഇങ്ങനെ ചെയ്തിട്ടാകുമ്പോൾ ഭർത്താക്കന്മാർക്ക് എന്തായത് പ്രൊട്ടക്ട് ചെയ്തിട്ട് അവസാനം എന്തായി? ഭർത്താക്കന്മാർക്ക് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ എന്തായിരുന്നു? ഭർത്താക്കന്മാർ അറ്റാക്ക് ചെയ്ത് മരിച്ചു പോകും. അപ്പോൾ ആ ഒരു അവസ്ഥ വരാതിരിക്കുന്നത് ആരാണ് ഈ സമാധാനം ഒരു കുടുംബം? അപ്പോൾ ഇപ്പം എല്ലാം ഭാര്യമാരൊക്കെ ചിരിക്കുന്നുണ്ടാവും, പറഞ്ഞു കൊടുക്കി അങ്ങനെ ഭാര്യമാർ പെങ്ങന്മാരാണ്, അമ്മായിയന്മാർ, അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ ചിരിക്കാനായിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഈ അമ്മായിയമ്മമാർ അതുപോലെ പെങ്ങന്മാർ അതുപോലെ ഭാര്യ, ഈ മൂന്ന് ഏത് കാറ്റഗറിയാണ്? ഏത് വർഗ്ഗമാണ്? പെണ്ണ്. അപ്പോൾ പെണ്ണാണ് ഒരു കുടുംബത്തിൽ. അതേപോലെ ഇപ്പോൾ ഈ ലോകം മൊത്തം ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ആര് തീരുമാനിക്കണം? അമേരിക്ക തീരുമാനിക്കണം, ഇസ്രായേൽ തീരുമാനിക്കണം. ഈ രണ്ട് തീരുമാനിച്ചാൽ എന്തായി? ലോകത്തിന് മൊത്തം സമാധാനം ഉണ്ടാവും. അതേപോലെ ഇറാനും തീരുമാനിക്കും. അപ്പോൾ ഈ മൂന്നും, അത് ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന് ഭാര്യമാർ. അവർ രണ്ട് അറ്റാക്കിങ് നടക്കും. ഇവർ ആരെയും നമ്മൾ മരിച്ചാലും പക്ഷെ ചോദിച്ചു കൊടുക്കില്ല. അതാണ് ഭാര്യമാരുടെ സ്വഭാവം. അപ്പോൾ ഈ മൂന്ന് വർഗം, അതായത് പെണ്ണ് വർഗം, അമേരിക്ക ഇസ്രായേൽ ഇറാന് ശരിയായാൽ ലോകം നന്നാവുന്നത് പോലെ ഈ പെണ്ണ് വർഗം, അതായത് അമ്മായിയമ്മ, പെങ്ങള്, അതുപോലെ തന്നെ ഭാര്യമാർ, ഇവർ നന്നായാൽ കുടുംബം നന്നാവും. അത് ഒരു പെണ്ണ് ഒരു കുടുംബത്തിൽ നന്നായാൽ ആ കുടുംബത്തിൽ സമാധാനമുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് പാവപ്പെട്ട ഈ ഗൾഫ് ഉള്ളത് കൊണ്ടല്ല നമ്മളൊക്കെ പിടിച്ചു നിൽക്കുന്നത്, അല്ലേ? ആ ഭർത്താക്കന്മാർ ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ്, അവരുള്ളത് കൊണ്ടാണ് ആ കുടുംബം നിലനിൽക്കുന്നത്. അപ്പോൾ അതിനെ നശിപ്പിച്ചാൽ, ഗൾഫ് രാജ്യത്തെ നശിപ്പിച്ചാൽ ഉറപ്പായിട്ടും അത് എല്ലാം മൊത്തത്തിൽ ബാധിക്കും, എല്ലാവരെയും ബാധിക്കും. അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച് വെച്ചാൽ, ഞാൻ ആരെയും ഒരു അമ്മായിയമ്മനെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാൻ കുത്തിക്കൊന്നത് അതല്ല, അവരുടെ ഒറ്റയടിക്ക് ചായ കിട്ടാത്തതിന് വേണ്ടി കുത്തിക്കൊന്നതല്ല. അത് മുമ്പ് ഇങ്ങനെ പുകഞ്ഞ് അതേ ഞാൻ പറഞ്ഞു. യുദ്ധം എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. എല്ലാ വീട്ടിലും അങ്ങനെ യുദ്ധം നടന്ന് അവസാനം ഗതികെട്ടിട്ട് അങ്ങനെ കുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ ഞാനതൊന്നും പറഞ്ഞിട്ടേ ഇല്ല. അവിടെ തെറ്റുകാരും എനിക്കറിയില്ല. അപ്പോൾ ആ വിഷയമല്ല, മൊത്തത്തിലുള്ള ഒരു കുടുംബ വിഷയത്തിന് ഞാൻ ഒരു എക്സാമ്പിൾ ചെയ്ത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ആർക്കെങ്കിലും അതിൽ ബുദ്ധിമുട്ടോ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടാം. ഞാൻ ആരും അത് ചിരിക്കാൻ വേണ്ടി കളിയാക്കാൻ വേണ്ടി പറഞ്ഞ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ആൾക്കാരത് റീച്ചിന് വേണ്ടിയിട്ടല്ല, മുഴുവനും ഹാസ്യം വരുമ്പോൾ എല്ലാവരും മുഴുവനും കേൾക്കും, അല്ലെങ്കിൽ സ്കിപ്പ് അടിച്ചിട്ട് പോകും. ഇൻഷാ അല്ലാഹ്.